ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഷീർ നന്ദയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പാലക്കാട് ശ്രീകൃഷ്ണപുരം സെൻറ്റ് ഡൊമിനിക് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഹറാസ്മെൻറ്റ് കാരണം ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അഷീർ നന്ദ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വീഡിയോസ് കാണുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ, അതേപോലെ അവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസിൻ്റെ, അതേപോലെ മുമ്പ് അവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ഒക്കെ റെസ്പോൺസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കുറച്ച് കമൻറ്റുകളും കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇത്രയും നാൾ പോലെയല്ല ഇനിയുള്ള PTA വരാൻ പോകുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പിന്നെ അവരെ ഒരിക്കലും മെൻ്റലി ഹരാസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇനി സ്കൂളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാനേജ്മെൻറ്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഏത് ടീച്ചറാണെങ്കിലും ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി നടപടിയെടുക്കുമെന്നും മാനേജ്മെൻറ്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഇനി സെൻറ്റ് ഡൊമിനിക് സ്കൂളിൽ ക്രിയേറ്റ് ആവും. നല്ല സ്കൂള് നമ്മുടെ കൂടെ, ഞങ്ങളെന്നും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ഒരാൾക്കും സെൻറ്റ് ഡൊമിനിക്കിനെ താഴ്ത്തിക്കെട്ടാൻ ഇനി അവസരമില്ല. ഈ സംഭവിച്ച സംഭവം ഇതോടുകൂടി തീരുന്നു. ഇനി ഒരു അശാന്ത ഇവിടെ ഉണ്ടാവില്ല എന്നും മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ അത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇനി പെട്ടെന്ന് വേണം. ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. ബാക്കി സ്കൂൾ മുടക്കാതെ ബാക്കി സ്കൂളുകളുടെ ആ ഒരു വിക്ടിമിനെ, അങ്ങനെ ഒരു കുട്ടീനെ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പേരൻസിൻ്റെ ഭാഗത്ത്. അതെ, പോലീസ്, നമ്മുടെ ശ്രീകൃഷ്ണപുരം DYSP സാർ മുതൽ സർക്കിൾ വരെ എല്ലാവിധ പിന്തുണകളും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്നും, അതെ, അത് നീതിക്ക് വേണ്ടിയിട്ട് ഒപ്പം ഉണ്ടാവുമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 100% നൽകിയിരിക്കും. അത് നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി തന്നെയല്ലേ. അവർക്കെല്ലാം സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ആണ്. അതിന് താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കുറച്ച് കമൻറ്റുകൾ നോക്കാം കേട്ടോ. നമ്മളിവിടെ കമൻറ്റ് ചെയ്ത ആളുകളുടെ എല്ലാവരും പേര് നോക്കാം നമുക്ക്. അഭിയുഷസ്: ഞാൻ 1996 to 2010 കാലത്ത് LKG തൊട്ട് +2 വരെ അവിടെ പഠിച്ച ആളാണ്. അവിടുത്തെ ആദ്യ 100 വിദ്യാർത്ഥികളിൽ ഒരാളാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ 2006 to 2007 പഠിക്കുമ്പോഴാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടപഴകൽ ഒഴിവാക്കാനായി അതുവരെ ഒരുമിച്ച് പഠിച്ചവരെ വേർതിരിച്ച് ബോയ്സ് ആൻഡ് ഗേൾസ് ക്ലാസ് എന്ന ക്ലാസ്സുകൾ ആദ്യമായി വരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 2007 to 2008 ആദ്യമായി സ്കൂളിൽ കുട്ടികളെ മാർക്ക് അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ABC എന്നീ ക്ലാസ്സുകൾ വരുന്നത്. ടീച്ചറോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, കുട്ടികൾ പരസ്പരം സംസാരിക്കുമ്പോൾ പോലും അത് ഇംഗ്ലീഷിലാവാൻ വേണ്ടി സീക്രട്ടായി കുട്ടികൾക്കിടയിൽ തന്നെ ചാരന്മാരായ ഇംഗ്ലീഷ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. തുടങ്ങിയ കാലം തൊട്ട് 2008 വരെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ അത്യാവശ്യം നന്നായി സ്കൂൾ കൊണ്ടു നടന്നിരുന്നു. അവർ പോയതിൽ പിന്നെ വന്ന പ്രിൻസിപ്പാളിൻ്റെ കാലത്താണ് അത്യാവശ്യം അടിച്ചമർത്തൽ പരിപാടികൾ വന്നത്. ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ പാവമാണെങ്കിൽ മറ്റു ടീച്ചർമാരുടെ കയ്യിലെ കളിപ്പാവയാണ്. 30 to 40 വർഷം ഒരേ സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ തിണ്ണമെടുക്ക് കാണിക്കുന്ന കുറച്ച് ടീച്ചർമാരുടെ ഗുണ്ടാരാജിൻ്റെ ഫലമാണ് ആ പാവം കുഞ്ഞിൻ്റെ ആത്മഹത്യ. പ്രണാമം മോളെ. അതിൻ്റെ താഴെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ക്രിമിനലാണെന്നൊക്കെ. സെയിം ക്ലാസ് മാറ്റി അല്ല, ഫ്രണ്ട് ബെഞ്ച് കൊണ്ട് 70% താഴെ ഉള്ളവരെ ഇരുത്തി ഇൻസൾട്ടാക്കി. വൺസ് ബാക്കി സബ്ജക്ട്സ് ഒക്കെ 80 above മാത്സ് മനഃപൂർവ്വം തോൽപ്പിച്ചു. സ്റ്റെപ്പ് കൂടെ മാർക്ക് കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഫസ്റ്റ് ബെഞ്ച്. ഇപ്പോഴും 15 years ശേഷവും ട്രോമ ആ നോട്ടവും മാത്സ് ടീച്ചറുടെ. ഇതൊരു കുട്ടിയിട്ട കമൻ്റാണ് തോന്നുന്നു കേട്ടോ. റിപ്ലൈന് താഴെ എന്ന് പറയുക കമൻ്റാണ്. എന്താണ്? ആലി കൊറവീട്: ഇൻ കേരള most school kids don't have self-confidence, self-esteem, self-dignity. In Kerala, most school kids don't have self-confidence, self-esteem, self-dignity. This environment develop inferiority complex in kids. ഒരു കമൻ്റ് ആട്ടോ വായിക്കുന്നത്. അതായത് ഇനി ഈ കേരളത്തിൽ ഭൂരിഭാഗം കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കും സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും
സെൽഫ് ഡിഗ്നിറ്റി ഒന്നും ഇല്ലയെന്ന്. ഈ ഒരു എൻവിറോൺമെൻറ്റ് അന്തരീക്ഷം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് പണിഷ് ദം വിത്ത് ബീറ്റിംഗ്. ഭൂരിഭാഗം ടീച്ചേഴ്സും ഇവരെ തല്ലുകയാണ് ചെയ്യണം, മെൻ്റലി ഹരാസ് ചെയ്യണം, ഷൗട്ട് ആൻഡ് ബോഡി ഷെയിം ചെയ്യുന്നു. ഐ ആം 35 years old. മൈ സ്കൂൾ ലൈഫ് ഈസ് സ്റ്റിൽ ട്രോമ ഫോർ മൈ. 35 വയസ്സുണ്ട് എനിക്ക്. എൻ്റെ സ്കൂൾ ലൈഫ് ഇപ്പോഴും എനിക്ക് ട്രോമയാണ്. കുട്ടികളെ കുട്ടികളായി കാണാൻ പറ്റാത്തൊരു സമൂഹം. നമ്മളിങ്ങനെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിലിങ്ങനെ കമൻറ്റുകളിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ചുമ്മാ അങ്ങനെ സ്കൂളിൽ മോശമാണ്, സ്കൂൾ തച്ച് പൊളിക്കണം എന്നൊക്കെ കൊണ്ട് കമൻറ്റ് ഇടുന്നത്. ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഈ ഇങ്ങനെ കാര്യം സ്കൂൾ തച്ച് പൊളിച്ചത് കൊണ്ട് ഇതിലൊരു പരിഹാരമാവുമോ? എത്ര കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം അവിടെ എന്താണോ പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നത്തെ എന്താ പറയുക, ഇനി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കും. ഇപ്പോൾ ഉള്ള കാര്യം നിയമത്തിൻ്റെ വഴിക്ക് പോയിട്ട് ഇനി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്താ പറയുക, കുട്ടികൾ സുരക്ഷിതരാകുന്ന രീതിയിൽ കുട്ടികൾ അവരുടേതായ കഴിവുകളെ കാര്യമായിട്ട് മുന്നോട്ട് എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്ന രീതിയിൽ ഒരു എന്താ പറയുക പോസിറ്റീവായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു പരിഹാരത്തെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണമല്ലോ. ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് എല്ലാറ്റിനുള്ള പരിഹാരമൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് സജഷൻസ്, എനിക്ക് തോന്നുന്ന കുറച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കണം മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളൊരു വിഷയം വരുമ്പോഴേ നമ്മൾ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ കുറച്ച് കാലം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഈ കാര്യത്തെ ഇങ്ങനെ കണ്ണടച്ചിട്ട് അതങ്ങനെയാണ് അതുകൊണ്ട് മറ്റൊരു പിടിച്ച് തല്ലണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതല്ലല്ലോ നമ്മുടെ ഇതിൻ്റെ ഒരു സംഗതി വേണ്ടത്. കാരണം എഡ്യൂക്കേഷൻ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തും കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന, കാര്യമായി റിഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. ഒരു രണ്ട് മേഖലകളാണല്ലോ. വേറൊരു കമൻറ്റ് വന്നാണ്, ദൈവത്തെ ഓർത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിൽ കുട്ടികളെ വിടരുതേ, കുട്ടികൾക്ക് വലിയ ട്രോമ ആയിരിക്കും കിട്ടുന്നത്. എനിക്കത് മനസ്സിലായില്ല. സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളുകളിൽ കുട്ടികളെ വിട്ടാൽ കുട്ടികൾക്ക് ഇങ്ങനെ അത് ട്രോമയാവുന്നത്. കുറച്ച് പേര് അങ്ങനെ ചെയ്തുള്ളതുകൊണ്ട് എല്ലാ സിസ്റ്റേഴ്സും ഒരുപോലെയാണോ? കുട്ടികളോട് നല്ല വേർതിരിവും. ബോയ്സും ഗേൾസും മിണ്ടുന്നത് വലിയ കുറ്റമായാണ് അവർ കാണുന്നത്. അത് പലരും പറയുന്നുണ്ട് കേട്ടോ. ബോയ്സിനോട് സംസാരിക്കുക വലിയ വിഷയമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ, നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ആൺകുട്ടികളോട് ഒരു പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ കേസാക്കുന്ന കേസല്ല വിഷയമാക്കുന്ന ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. ഇതേ ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ പാരൻസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു ആൺകുട്ടിയത്തെ ഒരു പെൺകുട്ടി മിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് ഈ സ്കൂളിലേക്ക് നിങ്ങളെ പറഞ്ഞു അയക്കണമെന്നിട്ട് അങ്ങനെയുള്ള പാരൻസും ഉണ്ട്. PTA മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക അറിയാവുന്ന പലരുടെയും മക്കൾ അവിടെ പഠിക്കുമ്പോൾ ഇവരെന്നെ പറയുന്നുണ്ട് അവിടെ സേഫാണ്, അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും അങ്ങനെ സംസാരിക്കൂല, അങ്ങനെയാണ്, നന്നായിട്ട് അവർ നോക്കും, ഡിസിപ്ലിൻഡ് ആക്കും അങ്ങനെ. അപ്പോൾ ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കാണ്ട് ഇവരെ തല്ലിപ്പഠിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കുന്നതാണ് പാരൻസിൻ്റെ വിശ്വാസം. ഇവർക്ക് ഈ കുട്ടികളൊക്കെ കൂടുതൽ വിശ്വാസം ഇവിടെ ടീച്ചേഴ്സിനെയാണ്. പാരൻസിനോടുള്ള സംസാരം കേട്ടാൽ ഇതുപോലെ നല്ലൊരു സിസ്റ്റർ ഇല്ലെന്ന് തോന്നും. കുട്ടികളുടെ മുന്നിൽ പിശാചുമാകും. ജീൻസ് ഇട്ട് വരുന്ന ദിവസം ഫൈൻ ഇടുന്നത് പല സ്കൂളുകളിലുണ്ട്. ഞാൻ ഈ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണതൊന്നല്ല കേട്ടോ, പല സ്കൂളുകളിലുണ്ട്. ഇപ്പോൾ ഓരോ സ്കൂളിന് അതിൻ്റേതായ ഒരു തണ്ട് എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഈഗോ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുമല്ലോ ഓരോ സ്കൂളിന്. ഞങ്ങളുടെ സ്കൂളാണ് ബെസ്റ്റ് എന്ന് കാണിക്കാനുള്ള ഒരു സംഗതി. മലയാളം സ്കൂളുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടക്കണ സമ്പ്രദായമുണ്ട്. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പാരൻസ് ഉണ്ട്. അതായത് കുട്ടികൾ വളവളാന്ന് ഇംഗ്ലീഷ് പറയണം എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു താല്പര്യമാണ് പല പാരൻസിനും ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ മിണ്ടിയ പ്രശ്നം, ആൺകുട്ടികളുടെ പെൺകുട്ടികൾ മിണ്ടിയ പ്രശ്നം, അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയമുണ്ട് എന്ന് കരുതിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇപ്പം നമുക്ക് തോന്നുകയാണ് അവർ ഇഷ്ടം കുട്ടികളുടെ അടുത്ത് സംസാരിച്ചോട്ടെ എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം, തിയറി ഇങ്ങനെ പറയാം. ഇപ്പം ഞാൻ ആൺകുട്ടികളും ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യണ്ടെന്നോ അങ്ങനെ പറയുന്ന കാര്യമില്ല. ഞാൻ എൻ്റെ ആ ഒരു കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതിപ്പോൾ പറയില്ലേ എന്ത് സംഭവിച്ചാലും അതിനെ രണ്ട് സൈഡായിട്ട് നിന്നുകൊണ്ട് വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരിക്കും. സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവസ്ഥകളാണ് നേരിടുന്നത്. അടുത്ത് ഐ ആം ആൻ ആലുമിനി ഓഫ് ദി സ്കൂളിലെ ആലുമിനിയാണ്. ക്യാഷ് ബേസിസ്, റിലീജിയൻ ബേസിസ് ഒക്കെ നല്ലോണം ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന മാനേജ്മെൻ്റ് ആണ് ഇവരുടെ. ആൻഡ് ദെൻ ദ സ്റ്റെല്ല ബാബു, സത്യമാണ് ഒരാളെക്കുറിച്ച് പറയുകയാണ്. ഷീസ് റിയൽ ട്രോമ. ആൻസർ പറഞ്ഞില്ലെങ്കിലൊക്കെ തലക്കിട്ടൊരു ഇടിയുണ്ട്. PTA ഒക്കെ എത്ര കാലം എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു?
തലക്കിട്ടിട്ടൊക്കെ ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ ഈ കൺസേൺസ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെടലില്ലേ PTA-ൽ? എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം. അതൊരു ഏറ്റവും മിനിമം കോമൺ സെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. ഇതെന്താ PTA-ൽ ഇതൊന്നും ചർച്ച ചെയ്യാത്തത്? തല്ലാൻ പാടില്ല, അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. മെൻ്റലി ഹരാസ് ചെയ്താൽ തന്നെ വലിയ വിഷയമാണ്. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതിനൊക്കെ സപ്പോർട്ടീവായ അന്തരീക്ഷമായിരിക്കണം സ്കൂളിൽ, ക്ലാസ് റൂമുകളിൽ നിന്ന്. അങ്ങനെയുള്ള ഒരു ഇതുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഇത് അങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങോട്ട് തല്ലി എന്നൊക്കെ പറയുന്നുണ്ട് പല കമൻറ്റുകളിലും കുട്ടികളുടെ. അപ്പോൾ ഇതാ PTA-ലൊന്നും ഇങ്ങനെ ഒരു കൺസേൺ ആയിട്ട് വരലില്ല, ഒരു ഡിസ്കഷനായിട്ട് വരില്ല. എന്തിനാ പിന്നെ ഇവർ PTA കൂടിയിട്ട് ഇവർ എന്താ അവിടെ ചർച്ച ചെയ്യില്ലെന്ന് മനസ്സിലാക്കാത്തത്? കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളെക്കുറിച്ച്, അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുകയൊന്നും അല്ല ഇവർ ചെയ്യുന്നതെങ്കിൽ, കുട്ടികളുടെ പരാതികളൊന്നല്ല അവിടെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ PTA മീറ്റിങ്ങിൽ ഇവർ എന്താ ചർച്ച ചെയ്യണത്? 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് 30 രൂപയ്ക്ക് എങ്ങനെ വിൽക്കാം, എങ്ങനെ കൂടുതൽ കാശ് ഉണ്ടാക്കാം, അതുകൊണ്ട് കൂടുതൽ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാം എന്നൊക്കെയാണ്. മനസ്സിലാവുന്നില്ല. ഷീസ് എ റിയൽ ട്രോമ ആൻസർ. ലാബ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈവൻ കോസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ ഷീ യൂസ് ടു ഗിവ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ലാബ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റായ പണിഷ്മെൻറ്റ് ഉണ്ടാവുമെന്ന്. ഇവിടെ പല കമൻറ്റ് സെക്ഷനിലൊക്കെ പൊതുവെയുള്ളൊരു ഇത് മനസ്സിലാവുന്നത്, അതായത് ഇവർ നേരത്തെ തന്നെയാണ് വിധിക്കും, ഇന്ന കാരണം കൊണ്ടാണ് ഈ കുട്ടി അനുസരിക്കാത്തത്, അല്ലെങ്കിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോക്കസാണ്, ഓരോ ടീമാണ്, ടീച്ചേഴ്സിൻ്റെ കുറച്ച് പേരുടെ ഒരു ടീം, അങ്ങനെ ഓരോ ടീമുകൾ. അപ്പോൾ എന്താ ഇത് എല്ലാ സ്കൂളുകളിലും ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു ചുരുക്ക അനുഭവമെന്ന് ഞാൻ അറിയാവുന്ന സ്കൂളുകളിലൊക്കെ ഇതുണ്ട് ടീം. അത് ക്ലാസ് റൂമുകളിലല്ലേ പിള്ളേർ തമ്മിൽ ഓരോ ടീമും അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കില്ല അങ്ങനെ പലപ്പോഴും. എന്ന് എഴുതിയിട്ട് ഇത് 5 പേര് മാത്രമാണ് ഞങ്ങൾ ടീം, അങ്ങനെയാവണമെന്നില്ല. ടീച്ചേഴ്സിൻ്റെ ചിലവരിങ്ങനെ കുറേ കാലമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് വയസ്സായിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച് മാനസികമായിട്ട് പെട്ടെന്ന് ആയിട്ടുണ്ടാവും. ഇനി അവരെയൊന്നും ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴാണ് ഇവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ഒരുപക്ഷെ മനസ്സിലാവുണ്ടാവുക. ഇവർക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കണില്ല. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിനിങ് ഇതൊന്നും വേണ്ട, ഞങ്ങൾ ട്രെയിനിങ്ങിനും അതീതരായ ആളുകളാണെന്നാണോ? അല്ല, നമ്മുടെ സ്കില്ലുകൾ, ടീച്ചിങ് സ്കില്ലുകളൊക്കെ, ഈ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കൂലേ, കോഴ്സുകളൊക്കെ ഉണ്ടാവൂലേ? അതോ ഇവർക്ക് ഇതൊന്നും കൊടുക്കൂലേ? അതോ ഇവരാണോ ഈ ട്രെയിനിങ് ഇതൊക്കെ കൊടുക്കണത്? ചില ആളുകൾക്ക് ഉണ്ടാവും വല്ലാണ്ട് ഈ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു കോംപ്ലക്സ് അടിക്കുന്നുണ്ടാവും, സേവിയർ കോംപ്ലക്സ്. ഞങ്ങളൊക്കെ പെർഫെക്റ്റാണ്, ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം, തലതൊട്ടപ്പന്മാർ തലതൊട്ടപ്പിയകളും, ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാൽ മതി എന്നൊരു സാധനം. ഇങ്ങനെ വന്ന പ്രശ്നമാണിത്. ഓപ്പൺനെസ് ഉണ്ടാവില്ല. ഒരാളുടെ അഭിപ്രായങ്ങളെ, റെക്കമെൻഡേഷൻസിന്, സജഷൻസിന് കേൾക്കാനുള്ള ഒരു മനസ്സ് തുറന്നു വെച്ച ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇതാണ്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫ്രസ്ട്രേഷനും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഈഗോ ഇതൊക്കെ വന്ന ഒരുപാട് ഇരകൾ അവിടെ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, പല ടീച്ചേഴ്സും പറയുന്നുണ്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പബ്ലിക്കായിട്ട് അസംബ്ലിയിൽ നാറ്റിക്കും എന്നൊക്കെ. ഇവർ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഡ്യൂറിങ് നമ്മൾ പലപ്പോഴും ഈ ഇങ്ങനെ ചെയ്തു, ഈ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് 2-3 ടീച്ചേഴ്സിലേക്ക് മാത്രം വിഷയത്തെ ഒതുക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഇതാ എഡ്യൂക്കേഷണലായിട്ടുള്ള ക്ലൈമറ്റിൽ സംഭവിക്കുന്ന കാര്യം ഈ 2 ടീച്ചേഴ്സ് മാത്രമായിരിക്കില്ല, 2-3 ടീച്ചേഴ്സ് മാത്രമായിരിക്കില്ല. മൊത്തം മാനേജ്മെൻറ്റ്, PTA അങ്ങനെയുള്ള എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്, അവിടുത്തെ നാട്ടുകാർ എല്ലാം അല്ലേ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ 5 അല്ലെങ്കിൽ ഒരു 50 ടീച്ചേഴ്സ് മാത്രം റൺ ചെയ്യുന്ന ഒരു സംഗതി അല്ലല്ലോ. മാനേജ്മെൻറ്റ്, അവിടുത്തെ PTA, അവിടുത്തെ ചുറ്റുമുള്ള ആളുകൾ, പഞ്ചായത്ത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരൊക്കെ ഇടപെടലുകളുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ക്ലൈമറ്റ് തന്നെ മാറ്റാൻ പറ്റും അല്ലേ, അന്തരീക്ഷം. ഡ്യൂറിങ് മൈ ടൈം നോട്ട് ഈവൻ അലൗഡ് ടു ടോക്ക് ടു ബോയ്സ് ഇൻ ദ ക്ലാസ്സിൽ ബോയ്സിനോട് പോലും സംസാരിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓൾ ദ ടോക്സിറ്റീസ് ആർ വിസിബിൾ ഓൺ സം ടീച്ചേഴ്സ് ദർ. എല്ലാവർക്കും സംശയമാണ്. അതൊരുത്തരം എന്താ ചെയ്യുക, അതൊരുത്തരം അസുഖമായിട്ട് എടുക്കുക അല്ലേ, സംശയരോഗം. പക്ഷെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ, ഇവിടെ കുട്ടികളെ ഇങ്ങനെ മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ ആയിരിക്കും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും PTA ഭാഗത്തു നിന്നൊക്കെ പലപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിഷയമായിരിക്കും. അതായത് ഈ രീതിയിലുള്ള സംഭവിക്കൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടിയുടെ സേഫ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ആരെങ്കിലും റൂമർ പറയുകയൊക്കെ ചെയ്ത് അപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് അവിടെ എന്താ ചെയ്യേണ്ടത് എന്നൊരു കാര്യമുണ്ട്. കാരണം അതെന്താ വെച്ചാൽ ഇതൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടേ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കുട്ടി
ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ പറ്റൂല, അങ്ങനെ എന്തോ നിയമം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി അങ്ങനെ ലഹരി ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചോളൂ, കുഴപ്പമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ബാലാവകാശ കമ്മീഷനെ എതിർത്തിട്ട്, ആ ഒരു റൂളിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ എതിർത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും സംശയത്തോടു കൂടി, അല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ ആ രീതിയിലേക്ക് പോകരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും നമുക്ക് ഈ വീഡിയോയിൽ ഇത് പറയാൻ പറ്റില്ല. പല സ്കൂളുകളിലും സ്കൂൾ കുട്ടികളും എന്താ പറയുക, നമുക്കറിയാവുന്നതാണ്, ഈ ലഹരി വസ്തുക്കളും അതും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പലപ്പോഴും ഇത് ആ സ്കൂളുകൾ തന്നെ ചിലപ്പോൾ ഇത് എന്താ പറയുക, അത് പൂത്തിവെക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ നമുക്കറിയാവുന്ന ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഈ സംഗതി അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങനെയുള്ള ഒരു ദൂഷ്യഫലങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയും, അതേപോലെ പലതരത്തിലുള്ള പീഡനങ്ങളും അതും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ചുറ്റുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊന്നും പോകണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും PTA ഭാഗത്തുനിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ അത് പലപ്പോഴും ഒരു ലിമിറ്റ് കഴിഞ്ഞൊരു പ്രശ്നമാണത്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കണോ, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ഏത് തോതിൽ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കണം. ഇനിയിപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാരൻസ് പറയും കുട്ടികളുടെ കൂടെ എപ്പോഴെങ്കിലും നിൽക്കുകയാണ് ചെയ്യണത്, അപ്പോൾ പാരൻസ് അല്ലേ കുട്ടികളവിടെ വെക്കണം, അപ്പോൾ പാരൻസിൻ്റെ വാക്കുകൾ കേട്ടാൽ മതി എന്ന് പറയുന്ന പാരൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് എന്താ ചെയ്യുക? ഞാൻ ഈ 3-4 പേരെ കാര്യമില്ല പറഞ്ഞു, അവരൊരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ചില ടീച്ചേഴ്സ് അവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യുക, മാനേജ്മെൻറ്റ് ഇങ്ങനെ പറയണത്, കുട്ടികളുടെ കൺസേൺസ് ഇതാണ്, പാരൻസിൻ്റെ കൺസേൺസ് ഇതാണ്, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ വർക്ക് പ്രഷർ. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, ഒരു സുപ്രഭാതത്തിൽ ഇത് മാറ്റാനൊന്നും പറ്റൂല. ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിനെ മൊത്തത്തിൽ മാറ്റാൻ പറ്റൂല. അതിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും. നമ്മൾ ഒരുപാട് വാർത്തകൾ അവിടെയും കൂടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ പറയുക, അല്ല അതവിടെ നിൽക്കട്ടെ. സ്പൂണ് കൊണ്ടുവന്നില്ലെങ്കിലോ നിലത്തിയിരുന്ന് കഴിക്കണം, ഇങ്ങനത്തെ ഓരോ റൂൾസ് ആയിരുന്നു അവിടെയെന്ന്. സ്പൂണ് കൊണ്ടുവന്നില്ലെങ്കിൽ സ്കൂൾ നിലത്തിയിരുന്ന് കഴിക്കേ, ഇതൊന്നും ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിനൊക്കെ ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർമാർ അവരുടെ മകളെ പോലെയാണ് നോക്കിയിരുന്നത് എന്ന്. അങ്ങനെയും ടീച്ചേഴ്സ് ഉണ്ട്. അത് ഗവൺമെൻറ് സ്കൂളിലേന്നല്ല, എനിക്ക് തോന്നുന്നത് സ്കൂളുകളിലൊക്കെ അങ്ങനെ വളരെ കുട്ടികളോട് കമ്പനിയായിട്ടുള്ള, കുട്ടികളോട് വളരെ സ്നേഹം കാണിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ട്രാപ്പിലാക്കാൻ വേണ്ടി അവിടുത്തെ കുറച്ച് പല ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. കാരണം കുട്ടികളോട് അങ്ങനെ കമ്പനി ആവരുത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അത് ഒരു പക്ഷേ എന്താ വെച്ചാൽ അവർക്ക് വേറെ വല്ല പേടിയും കൊണ്ട് വല്ല പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ ചില ആളുകളുണ്ട്. എന്താ ചെയ്യുക? വേറെ ചില ആളുകളുണ്ട് കുട്ടികളോട് കുറച്ചേ കമ്പനിയാവാൻ പാടുള്ളൂ, ഓവറായിട്ട് കമ്പനിയാവുന്നത്. അങ്ങനെ വേറെ ചിലവർ പറയുന്നത് കുട്ടികളുടെ ഇങ്ങനെ തുള്ളിക്കളിക്കൊന്നും കൂടെ നിൽക്കരുത് എന്നുള്ള രീതിയിൽ. എന്താണ് അവർ തുള്ളിക്കളി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അറിയില്ല. അതായത് കുട്ടികളെല്ല കൺസേൺ ചെയ്യേണ്ടത് മാനേജ്മെൻറ്റിനെയും PTA-നെയാണ് പറയുന്ന ആളുകളുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഇതാണ് നിയമം, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ റൂൾ ഇതാണ്, അതിനനുസരിച്ച് പോളൂ. പാരൻസിനും വില ഉണ്ടാവില്ല, കുട്ടികൾക്കും വില ഉണ്ടാവില്ല അവിടെ. പക്ഷെ കുട്ടികളുടെ നിന്ന് കിട്ടുന്ന, കുട്ടികളുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന കാശിനും കുട്ടികൾ ഉണ്ടാക്കുന്ന മാർക്കിനും വില ഉണ്ടായിരിക്കും. പക്ഷെ എന്താണല്ലേ. സെൻറ്റ് ഡൊമിനിക് മണ്ണാർക്കാട് ഓൾസോ സെയിം, നോ ഡിഫറൻറ്റ്. അപ്പോൾ സെൻറ്റ് ഡൊമിനിക്കിൻ്റെ മൊത്തം അവസ്ഥ എങ്ങനെയാണോ? ലാസ്റ്റ് ഇയർ അവിടെയും ഒരു കുട്ടി മരിച്ചിട്ടുണ്ട് എന്ന്. അയ്യോ. സ്റ്റെല്ല ബാബി ഈസ് ഫ്രം തൃശ്ശൂർ, ഹെർ ഹൗസ് നെയിം ഈസ്, അയ്യോ എന്തിനാണ് ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. ഷി കംസ് ഫ്രം മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്, ഹെർ ഹസ്ബൻഡ് ഈസ് ബാബു ഈസ് എ കോൺട്രാക്ടർ. ഷീ ലീവ്സ് ഇൻ ശ്രീകൃഷ്ണപുരം. ഷീ ഹാസ് സം കോംപ്ലക്സ് ഇഷ്യൂസ്. എല്ലാവർക്കും കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും ചെറിയ രീതിയിൽ പ്രാന്തുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം നമ്മളത് ചികിത്സിച്ചിട്ടും ആളുകളോട് സംസാരിച്ചിട്ടും നല്ല സൗഹൃദത്തിലൂടെയും ആർട്ടിലൂടെയും പുസ്തകങ്ങൾ വായിച്ചിട്ടും സിനിമ കണ്ടിട്ടും ആളുകളോട് സംസാരിച്ചിട്ടും ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കല്ലേ, അങ്ങനെയല്ലേ. ഓൺലി ചിൽഡ്രൻ ഹു സ്റ്റഡി ആർ വാല്യുബിൾ. പഠിക്കുന്ന കുട്ടികളെ മാത്രമേ വിലകൽപ്പിക്കുന്നുള്ളൂ എന്ന്. വെൻ ചിൽഡ്രൻ ഹു ഡോണ്ട് സ്റ്റഡി സീ ദം ദേ ഹേറ്റ് ദം ടെറിബ്ലി ആൻഡ് മേക്ക് ദം ഫീൽ അഷെയിംഡ്. പഠിക്കാത്ത കുട്ടികളെ എന്ത് ചെയ്യാണ്? അവരെ വെറുക്കുകയാണ് ചെയ്യണത്. മാത്രമല്ല അവരെ നാണം കെടുത്തുകയാണ് ചെയ്യണത് എന്ന്. അവർ സ്വയം നാണം തോന്നിക്കുന്ന രീതിയിൽ, അഷെയിംഡ് ആവുന്ന രീതിയിൽ അവർക്കൊരു ഫീൽ ഉണ്ടായി കൊടുക്കുകയാണെന്ന്. ദാറ്റ്സ് എ തിങ് അബൌട്ട് ദ ടീച്ചേഴ്സ് ഹിയർ. പൊതുവേ സ്കൂളുകളിലെ പലരുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും രീതിയിൽ കഴിവുകളുണ്ടായിരിക്കും, ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അല്ലാണ്ട് കുറേ മാർക്ക് കിട്ടണം മെഷീനുകളല്ലല്ലോ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
പക്ഷേ വേറൊരു കാര്യമുണ്ട്, കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും പാരൻസ് സീനുണ്ടാക്കും. ഒരു മാർക്ക് മറ്റേ ആളേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറെ നിങ്ങൾ ശ്രദ്ധിക്കണില്ല, എൻ്റെ കുട്ടിക്ക് ഒരു മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് എൻ്റെ കുട്ടീനൊക്കെ ഒരു മാർക്ക് കൂടുതലാണ് എന്നൊക്കെ പറയുന്ന പാരൻസ് ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും കാലഹരണപ്പെട്ടിട്ടില്ല. അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് അവർ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു പ്രഷറും കൂടി ഇവർക്കുണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ. ഇതൊന്നും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ന്യായീകരിക്കണ രീതിയിലുള്ള സംഗതി ഒന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സ്കൂൾ അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പറയുമ്പോൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും. പിന്നെന്താ, ദാറ്റ്സ് എ തിങ് അബൌട്ട് ദ ടീച്ചേഴ്സ് ഹിയർ. സം ടീച്ചേഴ്സ് ആർ ഇൻ ലൈക്ക് ദാറ്റ്. ഇല്ല, ചില ടീച്ചേഴ്സ് അങ്ങനെയല്ല, ബട്ട് ദ മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സ് ആർ ലൈക്ക് ദാറ്റ്. ഭൂരിഭാഗം ടീച്ചേഴ്സ് അങ്ങനെയാണെന്ന്. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാത്ത ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ടല്ലേ എന്നൊരു കമൻറ്റ് വന്നിരുന്നു. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാത്ത ടീച്ചേഴ്സും ഉണ്ട്. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയാലും മനസ്സിലാവുന്ന രീതിയിൽ അഭിനയിക്കേണ്ടി വരുന്ന ടീച്ചേഴ്സും ഉണ്ട്. അങ്ങനെ അഭിനയിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ടീച്ചേഴ്സും ഉണ്ട്. ടീച്ചേഴ്സിനെയും കുട്ടികളെയും മനസ്സിലാക്കാത്ത PTA ഉണ്ട്. കുട്ടികളെയും ടീച്ചേഴ്സിനെയും PTA-നെയും മനസ്സിലാക്കാത്ത മാനേജ്മെൻ്റ് ഉള്ള സ്കൂളുകളും ഉണ്ട്. മനുഷ്യരെന്നെ മനസ്സിലാക്കാത്ത മനുഷ്യരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് സ്കൂളുകളിലും പ്രതിഫലിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. ഇത് വേർഡ്സ് കേട്ടോ. ചന്ദ്രമതി അവരിട്ട ഒരു കമൻറ്റാണ്. ഐ ഹാവ് എ ഫ്യൂ തോട്ട്സ് ഓൺ ദിസ്. കുറച്ച് ചിന്തകൾ അവർ പങ്കുവയ്ക്കണം. മോസ്റ്റ് സ്റ്റുഡൻസ് ഡോണ്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ചൂസ് എ സ്കൂൾസ് ഓർ ട്യൂഷൻ സെൻറ്റർ. മോസ്റ്റ് സ്റ്റുഡൻസ്, ഭൂരിഭാഗം കുട്ടികൾക്കും അവരുടെ സ്കൂൾ ചൂസ് ചെയ്യാനോ ട്യൂഷൻ സെൻറ്റർ ചൂസ് ചെയ്യാനോ ഉള്ള ഒരു അവസരം കിട്ടുന്നില്ല. വി ലിവ് ഇൻ എ സൊസൈറ്റി വെർ വി തിങ്ക് അവർ പാരൻസ് കൻ നെവർ മേക്ക് എ മിസ്റ്റേക്ക്. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്നത്, അതായത് നമ്മുടെ പാരൻസ് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ചെയ്യൂല എന്നുള്ളൊരു സമൂഹത്തിലാണെന്ന് ഇവരുടെ കമൻറ്റ് അടുത്തിട്ട് വായിക്കുന്നത്. അപ്പോൾ അവരാണ് ചൂസ് ചെയ്യുന്ന സ്കൂളും കോച്ചിങ് സെൻറ്ററും ഒന്ന്. പാരൻസ് നെവർ ബോദർ ടു ഗെറ്റ് എ ഫീഡ്ബാക്ക് ഫ്രം ദെയർ ഓൺ കിഡ്സ് ഓർ ഫെല്ലോ സ്റ്റുഡൻസ് ഫ്രം ദ സെയിം സ്കൂൾസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്വന്തം കുട്ടികളിൽ നിന്നും അല്ലെങ്കിൽ ആ കുട്ടികളുടെ സുഹൃത്തുക്കളുണ്ടാവില്ല, ആ സ്കൂളിൽ പഠിക്കണ മറ്റ് കുട്ടികളിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് അവർ കിട്ടാൻ ട്രൈ ചെയ്യണില്ല. അവർ ഫീഡ്ബാക്ക് കിട്ടിയില്ല എന്നൊന്നും ശ്രദ്ധിക്കണില്ല എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ. സോ പ്രയോറിറ്റി ഷുഡ് ബി ടു എഡ്യൂക്കേറ്റ് പാരൻസ് ഓർ ഗാർഡിയൻസ്. അപ്പോൾ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്? പാരൻസിനെ അല്ലെങ്കിൽ ആ ഗാർഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. ഇതൊരു അടിപൊളി അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി നമ്മളിതിൽ ചേർക്കണം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. പാരൻസ് ആർ മോസ്റ്റ്ലി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ദ സ്ട്രിക്റ്റസ്റ്റ് ടീച്ചർ ഓഫ് സ്കൂൾ. കറക്റ്റാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പാരൻസ് പലപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണ് നോക്കണത്, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ, അതാണ് അവർക്ക് വലിയ കാര്യം. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പാരൻസ് ആ ടീച്ചർ അത് ചെയ്തുകൊണ്ട് അങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ എന്ന് എഴുതി ടീച്ചർ തോന്നിയ ദിവസം കാണിക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറെ സ്കൂളിനെ ഇവർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ദേ ഹാവ് ദിസ് തോട്ട് പ്രോസസ് ദാറ്റ് ഇഫ് എ ടീച്ചർ സ്ട്രിക്റ്റ് ദ സ്റ്റുഡൻസ് വുഡ് ഹാവ് ദ ഏർജ് ടു സ്റ്റഡി വെൽ. ഇവർ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എങ്ങനെയും ഒരു ടീച്ചർ സ്ട്രിക്റ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻസിനും ഒരുപാട് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് ഈ കമൻറ്റ് ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഗതി ഉണ്ടല്ലോ, അതായത് ഒരു ടീച്ചർ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് നന്നായിട്ട് പഠിക്കാനുള്ള പ്രേരണ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ആ കുട്ടികൾ ചിലപ്പോൾ ട്രോമയായിരിക്കും. ആ കുട്ടികളെ മനസ്സിലാക്കാത്ത, അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ട്രോമയായിരിക്കും, പേടിയായിരിക്കും, സ്ട്രെസ്സായിരിക്കും, ഫിസിക്കലി ഇമോഷണലി മെൻ്റലി ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഓർമ്മശക്തിനെ ഇത് ബാധിക്കും. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് കയ്യും കാലും വിറയ്ക്കും, ടെൻഷൻ അടിക്കും, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. അതിനെന്താ പറയുക, പാൽപിറ്റേഷനോ അങ്ങനെ എന്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന, കുട്ടികളുടെ പ്ലസ് പോയിൻറ്റും വീക്ക് പോയിൻറ്റും മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ പോരാളികളാക്കാൻ ശ്രമിക്കുന്ന, അങ്ങനെ എഫേർട്ട് ഇടുന്ന ടീച്ചേഴ്സിനെയാണ് എന്നെ സംബന്ധിച്ചോളം ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടത്. ഇന്നത്തെ നല്ല ഏത് കാലഘട്ടത്തിലും വേണ്ടത്. കാരണം ഇതൊക്കെ മനുഷ്യരാണ് അല്ലേ. വെറുതെ കണ്ടൻറ്റ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഇത് AI-യുടെ കാലഘട്ടമാണ് അല്ലേ. പിന്നെ വേറെ കണ്ടു ഒരു വിഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പല കുട്ടികൾക്കും പറ്റും. പിയർ ട്യൂട്ടറിങ് സാധനമല്ലേ. ഇപ്പോൾ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിലെ കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് വന്നിട്ട് മറ്റ് പല ക്ലാസ്സുകളിലും പഠിപ്പിക്കാൻ വിട്ടായിരുന്നു. പറയുമ്പോൾ ടീച്ചേഴ്സിനെ നമ്മളൊരു ഗൈഡൻസ് വയ്ക്കുക, ഇതിൻ്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ഇതെന്താ ഉദ്ദേശിക്കുന്ന ടീച്ചറുണ്ട്, അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് അവർ ഫുള്ളായിട്ടൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ടീച്ചർമാരുടെ പ്രാധാന്യം എന്താ.
അപ്പോൾ ടീച്ചർമാർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടാനും പോസിറ്റീവായിട്ട് ഇടപെടാനും ഒക്കെ ഉള്ള ഒരു ആളുകളാണ്. അതും കൂടി മനസ്സിലാക്കണം. അല്ലാണ്ട് ചുമ്മാ കുട്ടികളെ കണ്ട് ഞെക്കിപ്പിഴിഞ്ഞെടുത്തിട്ട് മാർക്ക് കിട്ടണ മെഷീനുകളാക്കുകയല്ലല്ലോ. പിന്നെ വേറെ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ തല്ലി പഠിപ്പിക്കുക, ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കുക എന്നുള്ളത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ടീച്ചേഴ്സ്? ഇവർക്ക് ഇങ്ങനെയാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? ഈ മാനേജ്മെൻറ്റിന് ആദ്യം ട്രെയിനിങ് കൊടുക്കേണ്ട അവസ്ഥയാണ് തോന്നണം. PTA ആളുകളെ മൊത്തം വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് മൊത്തത്തിലൊരു കൗൺസിലിങ്ങും ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് തോന്നണം. ഈ എഡ്യൂക്കേഷനിസ്റ്റുകളൊന്നും ഇല്ല. ഇവരൊക്കെ ഈ സ്കൂളിൽ വന്നിട്ട് അവർക്ക് കാര്യമായിട്ടൊരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നിയമത്തിൻ്റെ ആളുകൾ, പോലീസ്, ജഡ്ജ്, പോലീസ്, വക്കീൽ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ജഡ്ജോ റിട്ടയർഡ് ജഡ്ജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി, അതേപോലെ തന്നെ PTA, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റിലെ ആൾക്കാർ, പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാർ അല്ലേ, സൈക്കോളജിസ്റ്റ്, ആ ഒരു ആർട്ട് മേഖലയിലുള്ള ആൾക്കാർ, ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളെ എല്ലാവരും ഒരേ സ്ഥലത്ത് ആ സ്കൂളിൽ ഒത്തുകൂടിയിട്ട് ഈ ഒരു വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇനി എങ്ങനെ ഇതൊക്കെ ചെയ്യാം, മെച്ചപ്പെടുത്തി കൊണ്ടുവരാം, ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം കുട്ടികൾക്കില്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കാം, ഇനി ഇങ്ങനെ ഒരു കേസ് അവിടെ ഇല്ലാത്ത രീതിയിലാക്കാം എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ആ സ്കൂളിൽ ഉണ്ടാവും തോന്നും. നല്ല റിസൾട്ടും കിട്ടുന്നതായിരിക്കും, കുട്ടികൾ സേഫ് ആയിരിക്കും, കുട്ടികൾ ഹാപ്പി ആയിരിക്കും, ടീച്ചേഴ്സ് ഹാപ്പി ആയിരിക്കും, പാരൻസ് ഹാപ്പി ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു സൊല്യൂഷനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഓക്കെ, വി എക്സ്പെക്റ്റ് എവ്രി വൺ ടു ബി ഒബീഡിയൻറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഒബീഡിയൻ്റ് ആവണമെന്നാണെന്ന്, അനുസരണയുള്ളവർ. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കില്ല കേട്ടോ, കാരണം ഞാനൊരു മാഷാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അതായത് വല്ലാണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ വല്ലാണ്ട് നമ്മൾ അനുസരിക്കണം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അടിമകളല്ലല്ലോ വേണ്ട. അവർ ചോദ്യങ്ങൾ ചോദിക്കണം. അവർ നമ്മൾ പറയുന്നത് തന്നെ ചെയ്യണം എന്നില്ല. അവർക്ക് കുറച്ച് ഫ്രീഡം സംഗതികളൊക്കെ ആവണല്ലോ. നമ്മൾ അങ്ങനെയുള്ള സ്റ്റുഡൻ്റ് തന്നെ ആയിരുന്നു. അപ്പം കാരണം ഇത് കാലം മാറി, ഇങ്ങനെ എല്ലാവരും പിന്നെ കുത്തിയിരുന്ന് പഠിക്കുക അങ്ങനെ ഒരു ലെവലിലല്ല. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള കഴിവുകളായിരിക്കും. പക്ഷേ നമ്മൾ വേറെ വിഷയം, അങ്ങനെ ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. പല പാരൻസിനും ഇത് പിടിക്കൂല. പല പാരൻസിനും വേണ്ടത് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് അവർക്ക് വേണ്ടത്. സ്ട്രിക്റ്റ് ആയിരിക്കണം, മാർക്ക് കിട്ടാനുള്ള ഉപകരണങ്ങൾ അല്ലേ. വി വാണ്ട് അവർ കിഡ്സ്, സ്പൗസസ്, എംപ്ലോയീസ് എക്സെട്ര ടു ബി ഒബീഡിയൻറ്റ് ആൻഡ് ഫോളോ ഓർഡേഴ്സ്. നമുക്ക് അനുസരണശീലമുള്ള സമൂഹത്തെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കേട്ടോ ഈ കമൻറ്റിൽ എൻ്റെ അഭിപ്രായം അല്ല പറയുന്നത്. ഞാൻ ഈ കമൻറ്റ് ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അഭിപ്രായം ചേർക്കണം മാത്രം. ദിസ് ആറ്റിറ്റ്യൂഡ് ഹാസ് റീച്ച്ഡ് ഡെമോണിക് ലെവൽസ് നൗ. ശരിയാണ്. അതായത് എല്ലാവർക്കും അനുസരണം ഉണ്ടാവണം. നമ്മൾ ഈ കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അതേപോലെ എംപ്ലോയീസ് എല്ലാം ഒബീഡിയൻ്റ് ആയിരിക്കണം, ഓർഡേഴ്സ് മൊത്തം ഫോളോ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പൈശാചികമായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു എന്നാണ് പറയുന്നത് കമൻറ്റിൽ. ഹൈ ടൈം വി സ്റ്റാർട്ട് കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് ചേഞ്ച് കോഴ്സ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി. ഈ കോഴ്സിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. ചേഞ്ച് കോഴ്സ്, ഈ ഒരു ഗതിയിൽ മാറ്റം വരുത്തണം, കറക്റ്റീവായിട്ടുള്ളത് കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻസ്, നടപടികൾ എടുക്കണം എന്നാണ് പറയുന്നത്. എന്തിന്? സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി. അതാണ്, സമൂഹത്തെയാണ് നമ്മൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള വഴികളാണ് ഈ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത്, ക്ലാസ് റൂമുകളിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, അല്ലാണ്ട് ആ സ്കൂൾ തച്ചു പൊളിച്ചുകൊണ്ട് ഇതിനൊരു ഒരു പരിഹാരമായോ? അല്ലാണ്ട് ആ ടീച്ചേഴ്സിനെ എന്താ പറയുക, ടീച്ചേഴ്സിനെ അവിടുന്ന് പിരിച്ചു വിട്ടുകൊണ്ട് ഒക്കെ ശരിയായിട്ടുണ്ടാവുമോ? ആ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നില്ലെങ്കിൽ അവിടെ ഉള്ള ടീച്ചേഴ്സ് ചിലപ്പോൾ വീണ്ടും ഇതുപോലെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. വീണ്ടും ഇതേ ഇൻസ്ട്രക്ഷനെ കൊടുക്കണമെങ്കിലോ സ്ട്രിക്റ്റ് ആവണമെന്ന്. പിന്നെ വേറെ, ടു ഓൾ ടീച്ചേഴ്സ് വിത്ത് റെസ്പെക്റ്റ്. ദേഷ്യവും വാശിയും വെച്ച് ഈ ജോബ് ചെയ്യരുതെന്ന് ടീച്ചേഴ്സിനോട് പറയണേ. ദേഷ്യവും വാശിയും വെച്ച് ഈ ജോബ് ചെയ്യരുത്. ശരിയാണ് കേട്ടോ, ദേഷ്യം ഇതും വെച്ചൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ലത്. റിയലി ഫീലിംഗ് ടു ബി ഓപ്പൺ നൗ. ഐ വിൽ ബ്രിങ് കെയിൻ പറഞ്ഞു. കെയിൻ കൊണ്ടുവന്ന് തല്ലിയിട്ടുണ്ടെന്ന്. എന്ത്? ചൂരിൽ കൊണ്ട് തല്ലിയിട്ടുണ്ടെന്ന്. കയ്യിൽ പിച്ചിൻ്റെ എൻ്റെ മാത്സ് യക്ഷി വിളിക്കാൻ പറ്റുമോ? എന്ത്? യക്ഷിന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ പഠിച്ച CBSE സ്കൂൾ ദൈവം, ഭക്തി, അദ്വൈതങ്ങളുണ്ടെങ്കിൽ എന്നും ഒരു ജയിൽ പോകാൻ റെഡി ആവും പോലെ, ജയിലിൽ പോണ പോലെ തോന്നുന്നു. ഒരു കുട്ടി ഇട്ട കമൻ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 7 മണി മുതൽ 9 മണി വരെ ഞാൻ മാറി. കാരണം ഒരു സ്ത്രീ എങ്ങനെ ആകാൻ പാടില്ല പഠിപ്പിച്ച ടീച്ചേഴ്സ് ആ പേരുകിൽ ഓർ വ്യക്തികളെ പല ലൊക്കേഷൻ ഇടയ്ക്ക് കാണുമ്പോൾ കൂടെ അവരുടെ റിയാക്ഷൻ, പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അവർ റിയാക്ഷൻ പ്രശ്നമായിരുന്നു. മാത്സ് മാർക്ക് ഒരു ഡൗട്ട് ചോദിച്ച ടോപ്പേഴ്സ് മാത്രം കൊഞ്ചുന്ന ടീച്ചേഴ്സ്. വായിൽ തുപ്പൽ തെറിപ്പിച്ച് നടക്കുന്ന യക്ഷിയോ മാത്രം വിളിക്കാൻ തോന്നുന്നു. യക്ഷിന്ന് മാത്രം വിളിക്കാൻ തോന്നുന്നു. മാർക്ക് കുറഞ്ഞവരെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തി ഡിസ്ക്രിമിനേഷൻ, അത് മാത്സ് ഓർ ബയോളജി ക്ലാസ്. ടീച്ചർ ശരിക്കും ഒരു കുറ്റവാളിയുടെ മനസ്സായി ജീവിച്ചു.
കുറ്റവാളിയുടെ മനസ്സായിട്ടാണ് ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ലൈഫ് എപ്പോഴും ആ ട്രോമ ഡ്രീംസ് ആയിട്ട് എഫക്റ്റീവ്. 17 years ആയി. ടീച്ചേഴ്സ്, ഇഫ് യു ഡോണ്ട് ഹാവ് പേഷ്യൻസ് ഓർ എമ്പതി ടു കിഡ്സ്, ആ ജോബ് പകരം എത്രയോ ജോബ് ലോകത്തുണ്ട്. ജസ്റ്റ് ഡു ഇറ്റ്. ഓഫ്, പൊന്നും കട്ടെ. കമൻ്റ് ഇട്ട കുട്ടി എത്രത്തോളം ഇമോഷണലായിട്ട് കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. ക്ഷമയും സഹാനുഭൂതിയൊന്നും കുട്ടികളോടില്ലെങ്കിൽ ആ ജോബ് ചെയ്യേണ്ട വേറെ എത്ര ജോബുകൾ പുറത്തുണ്ട് എന്നാണ് പറയുന്നത്. കിഡ്സ് ആർ ഇന്നസെൻറ്റ് ഈവൻ ദേ ആർ 9, 10, ഈവൻ 12th. കുട്ടികൾ നിഷ്കളങ്കരാണ്. സ്വന്തം മക്കളെ പോലെ കണ്ടില്ലെങ്കിലും അമ്മായിയമ്മ പോലെ കാട്ടരുതെന്ന്. അയ്യോ, അതെന്താ അങ്ങനെ അമ്മായിയമ്മമാരെ മോശമാക്കണം? ടീച്ചർ എന്ന ജോബ് അത്രയും പവിത്രമാണ്. ടീച്ചർ എന്ന ജോബ് പവിത്രമാണ്. ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ടീച്ചിങ് ജോബിനോട് താല്പര്യം ഇല്ലാണ്ട് ഈ പണി ചെയ്യുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. പലരും കാശ് കൊടുത്തിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. കാശ് കൊടുത്തിട്ട് 28 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം. ഇനിയിപ്പോൾ അപ്പോൾ എല്ലാവരും വരുന്നുണ്ടാവും. കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നവർ അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് എക്സാംസ് എഴുതി കിട്ടാത്തത് കൊണ്ടോ ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ടോ കാശുള്ളവർ കാശ് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലിയായ ടീച്ചിങ് ജോബിലേക്ക് വന്ന എന്താ പ്രശ്നം എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് ഇത് കയറുന്ന ആളുകളൊക്കെ താല്പര്യമില്ലാത്തവർ ടീച്ചേഴ്സാണ് പഠിപ്പിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുക. പല ആളുകളും ഒരു കോഴ്സ് പഠിക്കുന്നത്, സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് പലപ്പോഴും എന്താ വെച്ചാൽ ടീച്ചർ എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ജോലിയാണല്ലോ, വീട്ടിൽ കുറച്ച് കാശ് കൊണ്ടുവന്ന് ഈ കാശും വെച്ചിട്ട് ഒരു സ്കൂളിലാണ് പഠിപ്പിക്കാൻ കയറ്റുക. ഈ കാശ് കൊടുക്കണമെന്നൊന്നും പൊതുവെ ആരും അറിയുന്നുണ്ടാവില്ല. ബാക്ക്വേർഡുള്ള കളിയായിരിക്കും. അപ്പോൾ ഇവർക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, കുട്ടികളോട് തന്നെ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അപ്പോൾ അവർ പഠിപ്പിക്കാൻ കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കണം. അവർക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അത്രയും എക്സ്പോഷർ അവർക്ക് ഉണ്ടാവണമായിരിക്കും. എന്നാലാണ് എമ്പതി ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഗുണമില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഈ ട്രെയിനിങ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അത് ആ ട്രെയിനറിൻ്റെ പ്രശ്നമായിരിക്കും, ട്രെയിനർമാരുടെ പ്രശ്നമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ മെൻ്റൽ ഹെൽത്ത്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാവും പലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ പറയില്ലേ ഏതൊരു ആ ഒരു മ്യൂസിക് ടീച്ചർ അവിടുത്തെ കാര്യം പറയുന്നുണ്ടല്ലോ, അവിടെ ഭയങ്കര പ്രഷറായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും ടീച്ചേഴ്സിനെ എന്നൊക്കെ. അപ്പോൾ മെൻ്റലി ആകെ പ്രഷറാണ്, അവർ തന്നെ ട്രോമ പോലെയാണ് ടീച്ചേഴ്സിൻ്റെ അവസ്ഥ പലരും. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? അങ്ങനെ കുറേ വരുന്നുണ്ട് ഇത്. വേറെ ആഷിഫ് അലി ഊരകം ഇട്ടൊരു കമൻ്റാണ്. ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളുടെ തലയ്ക്ക് കൈകൊണ്ട് ഇടിക്കുന്ന ഹെഡ് മാസ്റ്റർന്ന്. അവസാനം ഞങ്ങൾ അയാൾക്ക് ഹെഡ് മുട്ടി എന്ന് പേരിട്ടു. ശരി. പിന്നെ അതിന് താഴെ ലിജോ തോമസ് ഇട്ടൊരു കമൻ്റാണ്. എൻ്റെ മോനും ഇതേ സ്കൂളിൽ പഠിക്കുന്നതാണ്. ചില കാര്യങ്ങൾ സത്യമാണ്, പക്ഷേ മതാടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടെന്നും ഡ്രൈവർ തസ്തിക ക്രിസ്ത്യൻ ആവണമെന്നും ഉള്ള ന്യൂസ് പക്കാ ഫേക്കാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടോ ഈ ന്യൂസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ മലയാളികൾ പൊതുവെ ഉള്ളൊരു സംഭവമാണ്. മലയാളികളെ മൊത്തത്തിൽ പറയാൻ പറ്റും, സമൂഹത്തിലുള്ള പലരുടെയും കാര്യമൊന്നും എവിടെയെങ്കിലും ഒരു വിഷയം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളും അതിനെ എതിർക്കുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ഉള്ളതും ഇല്ലാത്ത എല്ലാത്തിനും പടച്ചു വിട്ടിട്ട് മൊത്തം അടച്ച് ആക്ഷേപിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ആ സ്കൂളിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ആ സ്കൂളിൽ എല്ലാം മോശമാണെന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ്. ഈ എല്ലാം മോശമാണെങ്കിൽ കുട്ടികളവിടെ പറഞ്ഞേക്കോ പേരൻസ്? അപ്പോൾ എന്താണ് അവിടെ മോശപ്പെട്ട അവസ്ഥ ഉള്ളത്? എന്താണ് അവിടെ അപകടകരമായിട്ടുള്ളത്? എന്തുകൊണ്ടാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്? അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിൽ മാറ്റിമറിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ കാര്യം. ചേഞ്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുക എന്നൊക്കെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയാണ്. മതപരമായി പ്രശ്നം ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഇങ്ങനെ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം അവിടെ പ്രശ്നമാണ്. എല്ലാം പ്രശ്നമായിട്ട് ഒരു സ്കൂളിന് സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട്, കുട്ടികളെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട്, പാരൻസിന് PTA ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, ടീച്ചേഴ്സിന് കുറച്ച് പേർക്ക് മാത്രമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റുമോ? മാനേജ്മെൻറ്റിന്. എൻ്റെ മോൻ്റെ 2 ബസ് ഡ്രൈവേഴ്സും ക്രിസ്ത്യൻസ് അല്ല, ഇതവിടെ പറയാണ്. പിന്നെ അവിടെ ഹിന്ദു മുസ്ലിം കുട്ടികളാണ് കൂടുതൽ. ഇപ്പോൾ എങ്ങനെയുണ്ട്? അതിന് താഴെ അഭിരാമീയം പാരൻസിനെ കുറിച്ചുകൂടെ പറയണം, അവരും കൂടെ കുട്ടികളുടെ കൂടെ നിൽക്കണം. നിൽക്കാത്തതുകൊണ്ടാണല്ലോ നിൽക്കണം പറയുന്നത്. പ്രശ്നം വീട്ടിൽ വന്ന് പറഞ്ഞാലും ടീച്ചേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ എവിടെ കുട്ടികൾ പഠിക്കുന്നില്ലേ? അതൊരു ക്വസ്റ്റ്യനാണ്. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും കുട്ടികൾ അവിടെ വിടുന്നില്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? കുട്ടികൾ പഠിക്കുന്നില്ലേ?
പിന്നെ ഇത് അവിടുത്തെ ഒരു ടീച്ചറിന് രാഷ്ട്രീയ ബന്ധമുണ്ട്, ടീച്ചറിൻ്റെ ഭർത്താവിന് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന സാധനം കുട്ടികളെ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളെ ചവിട്ടി എന്നോ എന്തോ ബുക്ക് കൊണ്ടുവന്നില്ല എന്നോ മാത്സിൽ എന്തോ ഒരു പ്രോബ്ലം തെറ്റിച്ചു എന്തോ കൊണ്ട് കുട്ടികളെ ചവിട്ടി, ഒരു കുട്ടീനെ ചവിട്ടി തരാം ഒരു ടീച്ചർ, അങ്ങനെ സംഗതി പറയുന്നു. അതിന് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കമൻറ്റ് വരുന്നത്, കുട്ടികളെ ചവിട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർ അന്ന് പ്രതികരിച്ചില്ല? ന്യൂസിൽ തന്നെ പാരൻസ് പറയുന്നുണ്ടല്ലോ കുട്ടികൾക്ക് നല്ല പ്രഷറാണ്, പാരൻസ് മീറ്റ് ഇതുവരെ നടന്നിട്ടില്ല എന്നൊക്കെ. ഇതിനെല്ലാം അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതല്ലേ? അപ്പോൾ പാരൻസിനും ആർക്കും അവിടെ ഉത്തരവാദിത്തം ഉള്ളത്? ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തിട്ടല്ലേ ഇന്ന് ഇതെല്ലാം സംഭവിച്ചത്? അല്ല, നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി താഴെ നിഷ ആൻ്റണി ഇട്ട കമൻറ്റാണ്, ഇത്ര ക്രൂരതയായ ടീച്ചർമാരുടെ അടുത്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക, സ്കൂൾ എന്തൊക്കെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെ വിഷയമുണ്ട് എന്ന് ചോദിക്കുക. മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്ന സ്കൂളിലേക്ക് അയക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികൾ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകരുത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല. നമ്മൾ ഓരോ മക്കളെയും എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. മാർക്ക് കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ടീച്ചർമാർ ഇത്രയും ദ്രോഹിക്കുന്ന വല്ലാത്ത കഷ്ടമായി തോന്നുന്നുണ്ട്. അതുമാത്രമല്ല, മുടി കട്ട് ചെയ്യാതെ പോയതിൻ്റെ പേരിലും കുട്ടികളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ വീട്ടിൽ ഉത്തരവാദിത്തത്തോടെ പറയാൻ ശ്രമിക്കുക. പിന്നെന്താണ്? അയ്യോ, അതിൻ്റെ താഴെ ഫെബിൻ്റെ കമൻറ്റാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നു ഒരിക്കലും കന്യാസ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ വിടരുത്. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹാനുഭവം ഒരു തരി പോലും ഇല്ലാത്ത വർഗ്ഗങ്ങളാണ് കന്യാസ്ത്രീകൾ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ട്. അതൊരു കമ്മ്യൂണിറ്റി മൊത്തം അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? മനുഷ്യരിൽ പല രീതിയിലുള്ള ആളുകളുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയട്ടോ. ഞാൻ കുറച്ച് കമൻറ്റുകൾ എടുത്തിട്ട് എനിക്ക് എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് കമൻറ്റുകൾ പറഞ്ഞു മാത്രം, കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രം. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ സംഗതിയെ മനസ്സിലാക്കിയിട്ട് വൈകാരികമായിട്ട് മാത്രം പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ അത് തരിച്ചു പൊളിക്കണം, ഇവിടെ പൊളിക്കണം, അല്ലെങ്കിൽ അവരെ ഡിസ്മസ് ചെയ്യണം, അത് മാത്രം ആവില്ല അതിനുള്ള പരിഹാരം. ചിലപ്പോൾ ഇതൊന്നും ആവില്ല പരിഹാരം. അപ്പം നമ്മളതൊന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും കൂടിയിട്ട് പല മേഖലയിൽ നിന്ന് ആളുകളൊന്ന് പല തരത്തിലുള്ള ആളുകളൊക്കെ ഇടപെട്ട് PTA, അതേപോലെ മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്, കുട്ടികളുടെ പ്രതിനിധികൾ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ നിയമ സംവിധാനത്തിലെ പ്രതിനിധികൾ, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. ഭരണവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ എല്ലാവരും കൂടി അവിടെ കൂടി ഇന്ന് ആർട്ട് മേഖലയിലുമായി ബന്ധപ്പെട്ട ആളുകൾ, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ കൂടിയിട്ട് ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മളിതിൻ്റെ ഒരു കാരണങ്ങൾ എന്തെല്ലാം, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, ഇനി ഇതെങ്ങനെ ഇതിലൊരു മാറ്റം ഇവിടെ സംഭവിക്കാം, എങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ ക്ലൈമറ്റാണ്, ഒരു വിദ്യാഭ്യാസപരമായ അന്തരീക്ഷമാണ് അവിടെ വേണ്ടത്, എൻവയോൺമെൻറ്റാണ് വേണ്ടത് എന്ന് അവരോട് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് റെഡിയാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.